ട്യൂലി ഫ്ലവർ ക്രോഷറ്റിങ്ങിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ട്യൂലി ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്, അതേപോലെ യാണ് ഇത് വേണം, അതേപോലെ ഏത് നീഡിൽ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു പാർട്ട് 1 വീഡിയോ ഞാൻ ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ വരിക. കാരണം ഇതിൽ സ്റ്റിച്ചസ് ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. നേരിട്ട് നമ്മൾ ആ ഒരു മേക്കിങ്ങിലേക്ക് കിടക്കുകയാണ്. കാരണം അതും കൂടെ ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ആ പാർട്ട് 1 കണ്ടതിന് ശേഷം ആ സ്റ്റിച്ചൊക്കെ നന്നായിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഈ പാർട്ട് 2 കണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ട്യൂലി ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ നമ്മൾ ആ ഒരു ഹുക്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ലോക്ക് ചെയ്യുന്ന ഒരു ഫസ്റ്റിലിടുന്ന ലൂപ്പ് ഉണ്ടായിരുന്നു. ആ ലൂപ്പ് ഇടുന്നതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിടുന്നത്. ഇതേ മെത്തേഡിൽ നമ്മൾ വേറെ ഐറ്റം ചെയ്തെടുക്കാൻ പോകണം. അതായത് മാജിക് റിങ്. ഈ മാജിക് റിങ് ചെയ്യണേ നമ്മൾ കഴിഞ്ഞ തവണ കാണിച്ച പോലെ ഫിംഗറിൽ 2 തവണ ചുറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. എന്നിട്ട് നമ്മളത് ക്ലോസ് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ചെയ്യാനുള്ള ഫസ്റ്റത്തെ ലൂപ്പ് കിട്ടുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ ക്ലോസ് ചെയ്യാണ്ട് ഇതുപോലെ തന്നെ വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിലൊരു ചെയിൻ 1 മാത്രം ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതൊന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മാജിക് റിങ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഈ ഒരു മാജിക് റിങ്ങിൽ നമ്മുടെ SC, അതായത് സിംഗിൾ ക്രോഷറ്റ് ഒരു 6 എണ്ണം ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ആ റിങ്ങിൻ്റെ അകത്ത് കൂടെ നീഡിലിട്ടിട്ട് നമ്മൾ നമ്മുടെ SC ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ സിംഗിൾ ക്രോഷറ്റിംഗ് എന്താണ് എന്നറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ആ വീഡിയോൻ്റെ പാർട്ട് 1 പോയി കാണുക. അത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ. കാരണം ഇതിലൊന്നും ഞാൻ എക്സ്പ്ലെയിൻ സ്റ്റിച്ചസ് ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ജസ്റ്റ് നെയിംസ് പറഞ്ഞു പോകണമെന്നുള്ളൂ കേട്ടോ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ ടോട്ടൽ 6 SC ചെയ്തെടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ സിംഗിൾ ക്രോഷറ്റ് ഞാൻ ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മാജിക് റിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും, ലൈക്ക് ഇപ്പോൾ ഡോൾ ഉണ്ടാക്കാനാവട്ടെ, അല്ലെങ്കിൽ അമിഗുറിമി ബോൾ ഉണ്ടാക്കാനാവട്ടെ, എന്തുണ്ടാക്കുമ്പോഴും നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന, അതായത് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് പോലെ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ മാജിക് റിങ്. ഇതും നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഈ മാജിക് റിങ്ങിൽ ഞാൻ 6 SC ചെയ്തിട്ട് നമ്മുടെ ആ ഒരു എൻഡ് ഉണ്ടല്ലോ, ആ തലഭാഗം പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞപ്പം ആ മാജിക് റിങ് അങ്ങ് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ വർക്ക് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ട്യൂലി ഫ്ലവറിൻ്റെ ബോട്ടം പാർട്ടിലായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. കാരണം ഇത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വേറെ എന്തുണ്ടാക്കാനാണെങ്കിലും ഈ ഒരു മാജിക് റിങ് ഉണ്ടാക്കുമ്പോൾ ഈ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ റൗണ്ട് 1 ചെയ്യാൻ പോവുകയാണ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഇൻക്രീസ് എന്ന് പറയും കേട്ടോ. ഇൻക്രീസ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഒരു സ്റ്റിച്ചിൽ 2 അതിലധികമോ സ്റ്റിച്ചസ്, ഒറ്റ ഹോളിൽ തന്നെ 2 അതിലധികമോ സ്റ്റിച്ചസ് വരുത്തുന്നതിനാണ് നമ്മൾ ഇൻക്രീസ് എന്ന് പറയുക കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഞാനിവിടെ ഒരു ഹോളിൽ നമ്മുടെ നീഡിൽ ഇൻസേർട്ട് ചെയ്തു, അതിൽ ഒരു SC ചെയ്തു, വീണ്ടും ആ സെയിം ഹോളിൽ തന്നെ നമ്മൾ ഒരു SCയും കൂടെ ചെയ്ത് കൊടുക്കണം. അതായത് ഒരു സ്റ്റിച്ചിൽ 2 SC വെച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ നമ്മൾ ആ മാജിക് റിങ്ങിൽ നമ്മൾ ടോട്ടൽ 6 SCകളാണ് ചെയ്തെടുത്തത്. അതിൽ ഓരോ SCയിലും നമ്മൾ ഈ നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു SCയിൽ 2 SC. എന്തെങ്കിലും മനസ്സിലായ? ഇല്ലല്ല, പറഞ്ഞുതരാം. അതായത് നമ്മൾ ടോട്ടൽ ആദ്യം മാജിക് റിങ്ങിൽ 6 സിംഗിൾ ക്രോഷറ്റ് ആയിരുന്നു ചെയ്തെടുത്തത്. അതിൽ ഓരോ സിംഗിൾ ക്രോഷറ്റിലും നമ്മൾ സൂചി ഇൻസേർട്ട് ചെയ്തിട്ട്, അതായത് നമ്മുടെ നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ 2 തവണ SC ചെയ്യണം. അപ്പോൾ അതാ ഞാൻ അടുത്ത ഹോളിൽ ഞാൻ ഇതുപോലെ ഒന്ന് നമ്മുടെ നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സിംഗിൾ ക്രോഷറ്റ് 1 ചെയ്തെടുത്തു. സെയിം ഹോളിൽ തന്നെ നമ്മൾ വീണ്ടും നമ്മുടെ നീഡിലിനെ ഹോളിൽ ഇൻസേർട്ട് ചെയ്തിട്ട് വീണ്ടും ഒരു SCയും കൂടെ ചെയ്തെടുക്കുന്നത്. അതാണ് സംഭവം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നില്ലേ? യെസ്, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം, നമ്മൾ ഇങ്ങനെ സർക്കിൾസ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മളത് സ്റ്റാർട്ടിങ് എവിടെയാണ് എൻഡിങ് എവിടെയാണെന്നുള്ളതൊന്നും നമുക്കൊരു ഐഡിയ ഇട്ടില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റിച്ച് മാർക്കേഴ്സ് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് മാർക്കേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതിൻ്റെയൊക്കെ പ്രോഡക്റ്റിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ആ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റിച്ച് മാർക്കേഴ്സ് യൂസ് ചെയ്യാൻ പോവാണ്. സ്റ്റിച്ച് മാർക്കർ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് മാർക്കേഴ്സ് ഞാൻ ചെയ്തിട്ടുള്ള നമ്മുടെ ആദ്യത്തെ, അതായത് നമ്മൾ ഫസ്റ്റത്തെ SCയിൽ നമ്മൾ 2 SC ചെയ്തല്ലോ, അതിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു റൗണ്ടിൽ ടോട്ടൽ 12 സ്റ്റിച്ചസ് വരും. അതായത് മാജിക് റിങ്ങിലുള്ള 6 എണ്ണത്തിൽ ഒന്നിൻ്റെ മുകളിൽ നമ്മൾ 2 SC വെച്ച് ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ 12 സ്റ്റിച്ചസ് വെച്ച് കിട്ടി കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കണം. കൗണ്ട് ചെയ്തിട്ട് അത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തതിൽ എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങളത് കൗണ്ട് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റൗണ്ട് 2 ചെയ്യണം കേട്ടോ. അപ്പോൾ റൗണ്ട് 2ൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടാണ് സ്റ്റിച്ച് വരുന്നത്. സെയിം തന്നെയാണ്, നമ്മൾ സിംഗിൾ ക്രോഷറ്റ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ആ ചെയ്യുന്ന ഇൻക്രീസിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ 12 സ്റ്റിച്ചസ് കിട്ടുന്നുണ്ടോ നോക്കുക. ഇനി നമുക്ക് റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നമ്മുടെ റൗണ്ട് 2-ൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ കഴിഞ്ഞ റൗണ്ടിൽ നമ്മൾ ഒരു സ്റ്റിച്ചിൽ 2 SC വെച്ച് ചെയ്ത് കൊടുത്തു. ഇനി റൗണ്ട് 2-ൽ നമ്മൾ ഒരു സ്റ്റിച്ചിൽ ഫസ്റ്റത്തെ ഒരു സ്റ്റിച്ചിൽ 1 SCയും രണ്ടാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസുമാണ് ചെയ്തെടുക്കുന്നത്. ഇൻക്രീസ് എന്ന് പറയുമ്പോൾ 2 എണ്ണം വെച്ച് ചെയ്ത് കൊടുക്കുക. മനസ്സിലായില്ല? ആദ്യത്തിൽ 1-ൽ 1ഉം രണ്ടാമത്തെ സ്റ്റിച്ചിൽ 2ഉം പിന്നെ മൂന്നാമത്തേൽ 1 നാലാമത്തേൽ 2 അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളത് ഓരോ സ്റ്റിച്ചും കറക്റ്റായിട്ട് ഒന്നും വിട്ട് പോകരുത്, നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യണം. ഫസ്റ്റത്തേൽ ഞാൻ നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ 1 SC ചെയ്തെടുക്കുന്നു, രണ്ടാമത്തേൽ നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് 2 എണ്ണം ചെയ്തെടുക്കുന്നു, മൂന്നാമത്തേൽ നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് 1 എണ്ണം ചെയ്തെടുക്കുന്നു. അപ്പോൾ അങ്ങനെ 1 2 1 2 1 2 അങ്ങനെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ സിമ്പിളാണ്. ഇതൊക്കെ നിങ്ങളതിന് ഒരു പേപ്പറും പെന്നൊക്കെ എടുത്തൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടോക്കി കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു പ്രശ്നമില്ല. നമ്മൾ ഈ ഒരൊറ്റ സ്റ്റിച്ച് മാത്രമാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വെക്കുന്നത്. അത് നമ്മുടെ SC ആണ്. അപ്പോൾ SC എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയണം, നമ്മുടെ പാർട്ട് 1 വീഡിയോ പോയിട്ട് കാണാം. അതിൽ SC മാത്രമല്ല വേറെയും കുറേ സ്റ്റിച്ചസ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാനൽ ഇനി ഫ്യൂച്ചറിൽ വരുന്ന ഓരോ ക്രോഷറ്റ് വീഡിയോസും നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ റൗണ്ട് 2 കൂടെ ഒന്ന് ചെയ്തെടുക്കുക. അതായത് 1 2 1 2 1 2. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചത് 1 SC 1 ഇൻക്രീസ്. അപ്പോൾ അതിൽ ആ റിപ്പീറ്റ് അടിച്ചിട്ട് അപ്പോൾ ആ ഒരു റൗണ്ട് കഴിയുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ 18 സ്റ്റിച്ചസ് കിട്ടും. അതായത് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഓൾറെഡി കഴിഞ്ഞ റൗണ്ടിൽ കിട്ടിയ 12 സ്റ്റിച്ചസിൻ്റെ മുകളിലാണ്. അതിൽ ഒന്നിൽ ഒരു സ്റ്റിച്ചിൽ 1 അടുത്തതിൽ 2 വരുന്നതിനെ കൊണ്ട് ടോട്ടൽ 18 സ്റ്റിച്ചസും നമുക്ക് ആ എൻഡിങ്ങിൽ കിട്ടണം. ഓക്കെ, ആ 18 കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ചെയ്തതിൽ എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് എവിടെയാണെന്നുള്ളത് നിങ്ങൾ നൂല് അയച്ചിട്ട് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നന്നായിട്ട് സ്റ്റിച്ചസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ട് വിത്തിൻ എന്താ പറയുക കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ചുലി ഫ്ലവേഴ്സൊക്കെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ആ ഒരു കൈയിൻ്റെ ഒരു നാക്ക് അതേപോലെ ആ ഒരു സ്പീഡ് ആ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റൗണ്ട് 2 ഇവിടെ ഞാനിതാ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ട് 3-ലും ചെറിയൊരു ചേഞ്ചസ് ഉണ്ട്. അതെന്താണെന്നുള്ളത് റൗണ്ട് 3 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്യൂലി ഫ്ലവർ വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ നമ്മൾ കാണുമ്പോൾ അതൊക്കെ എന്തോ വലിയ കാര്യമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ജസ്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നല്ല ഹരത്തിൽ നമുക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം കൂടാണ് ഈ ക്രോഷറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് വൺസ് ഇതിനോടൊരു ഇഷ്ടം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ റൗണ്ട് 2 കൂടെ ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൗണ്ട് 3 സ്റ്റാർട്ട് ചെയ്യണം. അത് ഞാൻ ആ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച സ്റ്റിച്ചിൻ്റെ മുകളിലാണ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ റൗണ്ട് 3-ൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൗണ്ടിൽ നമ്മൾ 1 2 1 2 എന്നുള്ള ആ ഒരു ഇതിലാണല്ലോ പോയത്. ഇനി റൗണ്ട് 3-ൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 1 2. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 1 1 2 അതായത് ആദ്യത്തെ സ്റ്റിച്ചിൽ 1, രണ്ടാമത്തെ സ്റ്റിച്ചിൽ 1, മൂന്നാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. അതായത് 2 തവണ നമ്മൾ സിംഗിൾ ക്രോഷറ്റ് ആ മൂന്നാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത് 1 1 2. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് അതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. സിമ്പിളാണ്. അതായത് നമ്മുടെ സ്റ്റിച്ച് മാർക്കർ വെച്ച ഹോളിൽ കൂടി നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാണ്. അതിൽ നമ്മൾ ഒരൊറ്റ സിംഗിൾ ക്രോഷറ്റ് ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റിച്ചിലും നമ്മൾ ഇതാക്കുന്നു, സെയിം ഒരു സിംഗിൾ ക്രോഷറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ അടുത്ത സ്റ്റിച്ച് അതായത് നമ്മുടെ മൂന്നാമത്തെ സ്റ്റിച്ചിലാണ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് 2 തവണ നമ്മൾ സിംഗിൾ ക്രോഷറ്റ് ആ ഒരു സിംഗിൾ ഹോളിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണം. അതെന്തായാലും പറ്റും, നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചെയ്തതിന് കുറച്ചും കൂടെ നമ്മൾ ആ റൗണ്ട് ഒന്നുകൂടെ വലുതായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മെഷർമെൻറ്റ് നിങ്ങൾ ആലോചിച്ചത്. അതായത് ആദ്യത്തേത് നമ്മൾ മാജിക് റിങ്ങിൽ നമ്മൾ 6 സിംഗിൾ ക്രോഷറ്റ് ചെയ്തു. രണ്ടാമത്തേൽ നമ്മൾ എന്താക്കി ഓരോ ക്രോഷറ്റിലും 2 2 2 2 2 വെച്ച് പോയി. പിന്നെ അടുത്തതിൽ നമ്മൾ 1 2 1 2 1 2. ഇനി ഇതിൽ നമ്മൾ 1 1 2 1 1 2. ഓക്കെ, അതുപോലെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും, മറക്കേ ഇല്ല കേട്ടോ. സിമ്പിളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാ നമ്മൾ ഈ ഒരു റൗണ്ടും കൂടെ നമ്മൾ കംപ്ലീറ്റ് വന്ന് ഈ ഒരു മെഷർമെൻറ്റിൽ അതായത് 1 1 2 എന്ന് പറയുന്ന ആ ഒരു ഇതിൽ നമ്മൾ കംപ്ലീറ്റ് SC തന്നെ ചെയ്തിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എത്ര സ്റ്റിച്ചസ് കിട്ടുമെന്ന് അറിയാം? നിങ്ങൾ മാത്തമാറ്റിക്സിലൊക്കെ നല്ല എന്താ പറയുക
എന്താ പറയുക നല്ല സ്മാർട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അതായത് 24 സ്റ്റിച്ചസ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിൽ നിന്നും 24 സ്റ്റിച്ചസ് ആയിരിക്കും നമ്മുടെ റൗണ്ട് 3യിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ റൗണ്ട് 4 ചെയ്യാനുണ്ട്. ആ റൗണ്ട് 4ൽ നമ്മൾ ചെയ്യുന്നത് ഇതിൽ നിന്ന് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ചെറിയൊരു ധാരണ ഉണ്ടാവും. അതായത് അത് ആ റൗണ്ട് 4 തുടങ്ങുമ്പോൾ ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ റൗണ്ട് 3 കൂടെ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് ടോട്ടൽ 24 സ്റ്റിച്ചസ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അത് നിങ്ങൾ കറക്റ്റായിട്ട് കൗണ്ട് ചെയ്ത് നോക്കുക. തെറ്റിയിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് അടിച്ച് ചെയ്തോ, വീണ്ടും ഫസ്റ്റ് തൊട്ട് ചെയ്തോ. ഇനി നമുക്ക് നമ്മുടെ റൗണ്ട് 4 ചെയ്യാം. ഇതിൽ ഇപ്പം ചിലരെങ്കിലും മനസ്സിലൊക്കെ വിചാരിച്ച പോലെ 1 1 1 2, അതായത് 3 പ്രാവശ്യം 1 പിന്നെ ഒരു 2, അതായത് പിന്നെ ഒരു ഇൻക്രീസ്. ഈ 2 എന്ന് പറയുന്നത് നമ്മൾ ശരിയല്ല കേട്ടോ. നമ്മൾ കറക്റ്റ് വേർഡ് ഇൻക്രീസ് എന്ന് പറയും. അതേപോലെ തന്നെ ഡിക്രീസും ഉണ്ട്. അത് നമ്മൾ വേറെ എന്തെങ്കിലും ക്രോഷറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിലിതാ 1 1 1 2, അതായത് 3 ടൈംസ് 1. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിൽ 1, രണ്ടാമത്തെ സ്റ്റിച്ചിൽ 1, മൂന്നാമത്തെ സ്റ്റിച്ചിൽ 1, നാലാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. അതായത് 2 തവണ നമ്മൾ ആ ഒരു സെയിം സ്റ്റിച്ചിൽ SC ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ചെയ്തു വന്ന അതേ പാറ്റേൺ തന്നെയാണ്. അതിന് കുറച്ചും കൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുണ്ട് നമ്മൾ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റിച്ചിൽ ഞാനിത് സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. ആൻഡ് അതിൽ ഫസ്റ്റ് ഓൾറെഡി ഒരു സിംഗിൾ ക്രോഷറ്റ് ഞാൻ ചെയ്തെടുത്ത്, ആൻഡ് അതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിലും ഞാൻ ഇതേപോലെ തന്നെ ഒരു സിംഗിൾ ക്രോഷറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആൻഡ് എഗെയിൻ അതിൻ്റെയും തൊട്ടടുത്തിട്ടുള്ള സ്റ്റിച്ചിൽ ഞാൻ വീണ്ടും ഒരു സിംഗിൾ ക്രോഷറ്റ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ നാലാമത്തെ സ്റ്റിച്ചിലാണ് നമ്മൾ ഇൻക്രീസ്, അതായത് 2 തവണ SC ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ആ സെയിം ഹോളിൽ തന്നെ നമ്മൾ 2 തവണ SC ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടു വന്നപ്പോൾ കുറച്ചും കൂടെ ഒന്ന് മനസ്സിലായിട്ട് വരുന്നുണ്ടാവില്ലേ ഇതിങ്ങനെയാണെന്നുള്ളത്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മൾ കോംപ്ലിക്കേറ്റഡ് പാർട്ടൊക്കെ ഇതോടുകൂടി കഴിയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല സിമ്പിളായിട്ട് നമുക്ക് വർക്ക് ചെയ്ത് പോകാൻ പറ്റും, ഈസി ആയിട്ട് കേട്ടോ. ഇപ്പോൾ ഈ ഇത്രയും ഭാഗമാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുക. പക്ഷെ അത് അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല. നിങ്ങളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഇതാ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് നമ്മൾ ഈ പറഞ്ഞ പാറ്റേണിൽ, അതായത് 1 1 1 2 1 1 1 2, ഓക്കെ, ഈ ഒരു പാറ്റേണിൽ നമുക്ക് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ റൗണ്ട് 4 നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെയിം പാറ്റേൺ തന്നെയാണ് നമ്മുടെ റൗണ്ട് 5ൽ നമ്മൾ ചെയ്തെടുക്കുന്നത്. അതായത് സെയിം നേരത്തെ പറഞ്ഞ പോലെ 1 1 1 2, അതേ പാറ്റേണിൽ തന്നെ നമ്മൾ റൗണ്ട് 5ഉം കൂടെ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. സെയിം തന്നെ, ഒരു വ്യത്യാസമില്ല. നമ്മൾ അതേ പാറ്റേണിൽ നമ്മൾ റൗണ്ട് 4 ചെയ്ത അതേ പാറ്റേണിൽ തന്നെ റൗണ്ട് 5ഉം കൂടെ ചെയ്തെടുക്കാൻ പോവാണ്. എന്നിട്ട് അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ട് നമുക്കത് നോക്കാം. അപ്പോൾ നമ്മുടെ റൗണ്ട് 5 ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് നല്ല സിമ്പിളാണ്. അതായത് റൗണ്ട് 6 to റൗണ്ട് 15 വരെ നമ്മൾ ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷറ്റ് വെച്ചിട്ടാണ് ഇനി ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി ഇൻക്രീസ് ഒന്നുമില്ല. നമ്മൾ ഡയറക്റ്റ് ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷറ്റ്. അത് നമ്മൾ സിമ്പിളാണ്, അത് തന്നെ റൗണ്ടിൽ ചെയ്ത് നോക്കുക. പക്ഷേ നിങ്ങൾ ആ സ്റ്റിച്ച് മാർക്കർ പ്രോപ്പറായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അത് മറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിച്ച് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇത് എത്രാമത്തെ റൗണ്ടായി എന്നുള്ളതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആ സ്റ്റിച്ച് മാർക്കേഴ്സ് നിങ്ങൾ സ്റ്റിച്ച് മാറ്റുന്നതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഇവിടെ ഞാൻ സ്റ്റിച്ച് മാർക്കേഴ്സ് മാറ്റുന്നില്ല, ഞാൻ ആ വെച്ച സ്ഥലത്ത് തന്നെയാണ് അത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതാ നമ്മൾ ടോട്ടൽ 5 റൗണ്ട്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 5 റൗണ്ട്സ് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ ആ ട്യുലിപ്പിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് ഇതിങ്ങനെ ആയി വരുന്നുണ്ട്. ഇങ്ങനെ കണ്ടോ, ഒരു ബൗള് പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ചും കൂടെ ഹൈറ്റ് വേണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ റൗണ്ട് 5 കഴിഞ്ഞിട്ട്
സോറി 5 കഴിഞ്ഞിട്ട് ഇനി ഒരു 5 റൗണ്ട് കൂടെ നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്യൂലിഫ്ലവറിൻ്റെ സ്ട്രക്ചർ റെഡി ആയി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ ആ 5 റൗണ്ട്സും കൂടെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഫൈനലി നമ്മുടെ എല്ലാ റൗണ്ട്സും നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുത്തപ്പോൾ തന്നെ നമ്മുടെ ട്യൂലിഫ്ലവറിനുള്ള ആ ഒരു ബേസ് എന്ന് വേണമെങ്കിൽ പറയാം അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ ത്രെഡ് നമുക്കൊന്ന് ലോക്ക് ചെയ്യാണ്ട്, അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ആ ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നല്ല ഒരു ഇത്തിരി നീളം വിട്ടിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് നമ്മൾ ആ സൂചിനെ കൊണ്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ പുറത്തേക്ക് തൂങ്ങിക്കുന്ന റെഡൊന്നും നമുക്ക് അങ്ങനെ തന്നെ ഡയറക്റ്റ് അതിൻ്റെ മുകളിൽ കട്ട് ചെയ്ത് ഒഴിവാക്കരുത്. കാരണം അത് വലിഞ്ഞ് അതായി മൊത്തത്തിൽ ഊരി പോരാൻ ചാൻസ് ഉള്ളതിനെ കൊണ്ട് നമ്മളതിങ്ങനെ ഈ ഒരു എന്താ പറയുക ഫ്ലവറിൻ്റെ അകത്തേക്കാക്കിയിട്ട് ഇതുപോലെ നമ്മൾ ഈ നമ്മുടെ നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ലോക്ക് ചെയ്ത് ഇങ്ങനെ അകത്തേക്കാക്കിയിട്ട് ഉള്ളിലേക്കാക്കി നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് ചെയ്യുന്നത്. ഇത് ഒരിക്കലും കട്ട് ചെയ്ത് വെക്കരുത്. നിങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ആ സ്റ്റിച്ചൊക്കെ ഊരി പോരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഈ ഫ്ലവറിൻ്റെ ബോട്ടം പാർട്ടിലും നമ്മൾ ഈ മാജിക് റിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ത്രെഡും കൂടെ ബാലൻസ് ആയിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് ഇട്ടിട്ടൊന്ന് ഹൈഡ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഫ്ലവറിൻ്റെ അകത്ത് അതിനെക്കൊണ്ട് ഇത് പുറത്തേക്കൊന്നും നമ്മൾ കാണില്ല. അതും ഇതേപോലെ തന്നെ ഞാൻ അതിൻ്റെ ലെങ്ത്ത് കുറച്ച് കൊടുത്തിട്ട് ഇതുപോലെ അകത്തേക്ക് ആക്കിയിട്ട് ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് വെക്കുക. നിങ്ങൾ ഫ്ലവേഴ്സൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഫിനിഷിങ്ങും വൃത്തിയും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഹൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് ഇതിൻ്റെ സ്റ്റിച്ച് മാർക്കേഴ്സ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് മാർക്കർ വെച്ച സ്ഥലത്ത് തന്നെയാണ് കേട്ടോ വെച്ചിരുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു റൗണ്ട് 6 മുതൽക്ക് ഞാൻ സ്റ്റിച്ച് മാർക്കർ മാറ്റിയിട്ടില്ല. ഞാൻ അതേ ആ നീളത്തിൽ അതേ സ്റ്റിച്ച് എവിടെയാണോ വരുന്നത് അത് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളതിനെ കൊണ്ട് നിങ്ങളത് അതിനനുസരിച്ച് ഓരോ റൗണ്ടിലും നിങ്ങൾ റിമൂവ് ആക്കിയിട്ട് പിന്നെ ഇങ്ങനെ വെച്ച് കൊടുത്ത് പോകണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു മൈക്രോ ഫൈബർ ഉണ്ടല്ലോ അത് അതിൻ്റെ അകത്തേക്കൊന്ന് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ ആ ഒരു ഫ്ലവർ പഫി ആയിട്ടിരിക്കണം അതിനനുസരിച്ചുള്ള ഫൈബർ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അത്യാവശ്യം ഇതിന് വേണ്ടത് ഞാൻ അതിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു കിറ്റിൽ ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നീഡിൽ, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു ക്രോഷറ്റിങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത സെയിം ത്രെഡ് ഞാൻ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവാണ്. അതായത് നമ്മൾ ഈ ഒരു ഫ്ലവറിനെ ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ 2 സൈഡിലും ഈക്വലായിട്ട് വന്നിട്ട് കൗണ്ട് ചെയ്ത് നോക്കുക എത്ര സ്റ്റിച്ചസ് ഉണ്ട്. അതിൻ്റെ കറക്റ്റ് സെൻറ്റർ പോർഷനിൽ നമ്മളിത് എന്താക്കണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് എടുത്തിട്ട് സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി നമ്മളെന്തും സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഈ സ്റ്റിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പല്ലും വായങ്ങളിലും കൂടെ എനിക്ക് കൺഫ്യൂഷൻ ആകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാനിത് കംപ്ലീറ്റ് ഒന്ന് തുന്നിയെടുക്കുന്നുണ്ട്, അങ്ങനെ പറയാം, അതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് ലോക്ക് ചെയ്തിട്ട് വേണം നിങ്ങളത് തുന്നിയെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അത് ഊരിപ്പോരും കേട്ടോ. ഇനി നമ്മളിതാ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് നമ്മൾ സെൻറ്ററിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കണം. അപ്പോൾ തുന്നുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ആദ്യം തുന്നിയതിനെ അടിയിലാക്കിയിട്ട് നമ്മൾ തുന്നരുത്, അതിനെ ഒപ്പം കൂട്ടി ഒരുമിച്ച് വെച്ചിട്ട് വേണം നമ്മൾ തുന്നിയെടുക്കാൻ. അപ്പോൾ തുന്നിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്രോഷറ്റ് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ട്യൂലിപ്പിൻ്റെ ഫ്ലവർ റെഡിയായി. ഇനി നമുക്ക് സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാംബൂ സ്റ്റിക്ക് വേണം. അതിൻ്റെ മുകളിൽ ഒരു ഗ്രീൻ കളർ ത്രെഡ് വെച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് നമുക്കൊന്ന് ചുറ്റിയെടുക്കാം കേട്ടോ. ഇത് ക്രോഷറ്റ് ചെയ്തെടുക്കാനും പറ്റും, പക്ഷേ നമ്മുടെ ക്രോഷറ്റ് ചെയ്യുന്നില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ചുറ്റിയെടുക്കൽ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു എഡ്ജിൽ അതുപോലെ ഗമ്മാക്കി കൊടുത്തിട്ട് ആ സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ ഒന്ന് ചുറ്റിയെടുക്കാൻ പോകണം കേട്ടോ. നമ്മൾ ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് വൃത്തിയിൽ വേണം ചുറ്റിയെടുക്കാൻ, എന്നാലേ കാണുമ്പോൾ ഒരു ഫിനിഷിങ്ങും ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് സിമ്പിളായിട്ട് അത് മൊത്തത്തിലൊന്ന് ചുറ്റിയെടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് നോക്കാം.
അപ്പോൾ അതാ നമ്മൾ ആ കംപ്ലീറ്റ് ആ ഒരു സ്റ്റെമ്മ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ബാമ്പു സ്റ്റിക്കിൻ്റെ മുകളിലേക്ക് നമ്മൾ ഗ്രീൻ കളർ ആണ് അത് കംപ്ലീറ്റ് ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ആ ഒരു ഫ്ലവറിനെ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ, അതായത് ഫ്ലവറിൻ്റെ ആ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, അതായത് നമ്മൾ മാജിക് റിങ് ചെയ്ത ആ ഒരു ഭാഗത്ത് കറക്റ്റ് നമ്മൾ ഇതിനൊന്ന് വെച്ച് കൊടുത്തിട്ട് കുറച്ചും കൂടെ ഗമ്മ അതിന് ചുറ്റി ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്, അത് ഇളകി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനൊന്ന് സെറ്റാക്കി അവിടെ വെക്കുന്നുണ്ട്. ആൻഡ് അത് ഡ്രൈ ആയതിനു ശേഷം നമ്മുടെ ചില്ലി ഫ്ലവർ തയ്യാറായി. അതായത് ഇത്രയേ ഉള്ളൂ പണിയിടോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ എന്തോ വലിയ കഷ്ടപ്പെട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ ഇത് ഏകദേശം ഒരു ധാരണയായില്ലേ. ഇനി ഒരു ത്രെഡൊക്കെ വാങ്ങി അതേപോലെ ഡീറ്റെയിലൊക്കെ വാങ്ങി ഇതൊന്നും എല്ലാവരും ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ഇത് നമ്മൾ ചില്ലി ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ലീവ്സും കാര്യങ്ങളൊന്നും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല, അത് വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോൾ. കാരണം ആ ലീവ്സിനും നമുക്ക് ഇതുപോലെ തന്നെ ക്രോഷറ്റ് ചെയ്തെടുക്കാൻ എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്. ആൻഡ് നമുക്ക് 2-3 ടൈപ്പിലുള്ള ലീവ്സ് എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു വേറെ തന്നെ വീഡിയോ ഞാൻ ചെയ്യാം. അതിൽ ഞാൻ ഇതിൻ്റെ ലീവ്സ് എങ്ങനെയാണ് ചെയ്തെടുക്കണം എന്നൊക്കെ പറയാം. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തെടുത്തുള്ളത്, നമ്മുടെ ആ ക്രോഷറ്റ് ചില്ലി ഫ്ലവർ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഡിഫറെൻറ്റ് കളേഴ്സിലാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് വേറെയും കുറച്ചും കൂടെ കളേഴ്സ് ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിൽ ആ സ്ത്രീമുള്ള ആ ഒരു യാൺസ് ഇല്ലാത്തതിനെ കൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള പിങ്ക് കളർ വെച്ചിട്ട് തന്നെ വീണ്ടും ചെയ്തെടുത്തിട്ടുള്ളത്. ആൻഡ് ഇതാണ് നമ്മുടെ ആ ഒരു ഫ്ലവർ. ഇതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് കറക്റ്റ് ഈ ഒരു ലീഫും കൂടെ ഇതിൻ്റെ മുകളിൽ സെറ്റാക്കി കൊടുത്തേ, കാരണം നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കാനും മറക്കണ്ട കേട്ടോ. ഓക്കെ, അതിൽ എന്നെക്കൊണ്ട് പറ്റിയത് അറിയുന്നത് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പുറമെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഞാൻ പറയാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.